ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഒരു തോരനാണ് കേട്ടോ. ചുരുടി എന്ന് പറയും, ഒരു ഇലയാണ്. നമ്മുടെ ഈ തോട്ടിൻ്റെ കരകളിലും ഒക്കെ തീരങ്ങളിലും വെള്ളമുള്ള ഭാഗത്തൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ് ഈ ചെടി. നമ്മൾ ഈ ഇല നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് അരിയുക. നമ്മൾ സാധാരണ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ അരിഞ്ഞ്, പിന്നെ അതിന് നമ്മൾ ചേർക്കേണ്ടത് അരച്ച് ചേർക്കണം. അരച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ ചതച്ച് ചേർക്കണം. അതിന് വേണ്ടത് ശകലം തേങ്ങ, പിന്നെ കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകാണെങ്കിലും മതി കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ കാന്താരി ഒരുപാടുണ്ടതിനാൽ കാന്താരി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം ഇതെല്ലാം കൂടി നമ്മൾ ചതച്ച് വെക്കും. പിന്നെ നമ്മൾ തോരൻ വെക്കാൻ പോകും. നമ്മൾ കടുക് പൊട്ടിച്ചാണ് സാധാരണ നമ്മൾ ഇലയൊക്കെ എങ്ങനെ തോരൻ വെക്കുന്നത്, കടുക് പൊട്ടിച്ചല്ലേ. അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്കറിയാമല്ലോ എല്ലാവർക്കും. കടുക്, പിന്നെ ചുമന്ന ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പില നമുക്കില്ലായിരുന്നു കേട്ടോ. നമ്മളതും കൂടെ അത് ചേർത്തില്ല. അത് ചേർത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അതിലിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചതിനകത്തോട്ടൊന്ന് ഇളക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരി എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മളിതിലോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് ഒന്ന് പൊത്തി വെക്കും കേട്ടോ. നമ്മൾ മൊത്തം കൂടെ ഇളക്കത്തില്ല, ഒന്ന് പൊത്തി അടച്ച് വയ്ക്കും കേട്ടോ. നമുക്ക് ഒത്തിരി നേരം വേണ്ട ഈ തോരൻ വേകാൻ വേണ്ടി. ശകലം നേരം മതി. നമ്മൾ ശകലം നേരം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കും. ചെറിയ തീയിൽ വേണം കേട്ടോ നമുക്ക് ഈ തോരൻ വെന്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പണാക്കി നോക്കി കേട്ടോ. അതിൻ്റെ അടപ്പ് വെന്തിട്ടുണ്ട്. പിന്നെ ആവി തട്ടി നിന്നതിൻ്റേതായ ചെറിയതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അത് നമ്മൾ ചിക്കി തോർത്തിയെടുക്കും കേട്ടോ. നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി അത് ചിക്കി തോർത്തി എടുക്കും കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മോനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അവന് അത് അടുപ്പിൽ വെച്ചപ്പോൾ തൊട്ട് അത് വേകുന്നത് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് അവൻ്റെ നാവിൽ നിന്ന് നമുക്കറിയാം കേട്ടോ. നോക്കട്ടെ. ഉണ്ടോ, സൂപ്പറാണ്. അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല തോരനാണ്. നല്ല ഗുണവും ഒക്കെ ഉള്ളതാണെന്നാണ് പറയുന്നത്. വിശദമായിട്ട് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ.